ഹലോ മലയാളി മക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ട് ആദ്യം തന്നെ പറയുകയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്. തൻ്റെ ഫ്രണ്ട്സ് ചെയ്ത തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, മറ്റൊരാൾ ചെയ്താൽ അതിൽ ഭയങ്കരമായിട്ട് ആർഗ്യുമെൻറ്റ് ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സേതുവിസാദിൻ്റെ ഇൻട്രോ വന്നിരിക്കുന്നത്. പിന്നീട് വന്നിട്ട് എല്ലാവരുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ടാസ്ക് വന്നതുകൊണ്ട് അതിനകത്ത് ക്യാപ്റ്റനായിട്ടും ആ ടാസ്കിൻ്റെ VP ആയിട്ടും നല്ലവണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജാക്ലിൻ്റെ പ്രശ്നത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് ID കാർഡ് ജാക്ലിന് ഊരിയില്ല, അതിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അതെന്നാണെങ്കിലും തെറ്റ് തന്നെയാണ്. അതിൽ നിങ്ങളുടെ ഈഗോ വെച്ച് കളിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്ന് സേതുപതി സാറ് പറയുന്നുണ്ട്. ദീപകിൻ്റെ പ്രശ്നവും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് പറയുകയാണ്. ബ്രേക്ക് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് റിട്ടേൺ വരുമ്പോഴത്തേക്ക് ഓഡിയൻസിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈഗോ ഉള്ള ഗേൾസ് ആൻഡ് ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെ പറ്റി ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ സൗന്ദര്യയെ റാണവിനെ ടാർഗറ്റ്, അതായത് കോർണർ ചെയ്ത പോലെ തോന്നി, അതെങ്ങനെയായിരുന്നു, അത് എന്താണ് എന്ന് ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ സൗന്ദര്യ എല്ലാവരോടും പറയുന്നുണ്ട്, ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്, നീ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അത് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യ തന്നെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അതെന്തിനാ എന്ന് ചോദിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് ഓഡിയൻസ് പറയുന്നുണ്ട്. അടുത്തത് വന്നിട്ട് സ്വാപ്പിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അത് വന്നിട്ട് നമ്മുടെ ഇത്തവണ റയാനും അൻഷിതയും ആയിരുന്നല്ലോ. അപ്പോൾ റയാൻ ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോഴത്തേ നമ്മുടെ സൗന്ദര്യ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഒളിഞ്ഞ് പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം സൗന്ദര്യയുടെ എന്നിട്ട് കാര്യങ്ങൾ റയാൻ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നല്ലതായിരുന്നു, ഗേൾസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യയോട് പറയാണ്, ഇനി തൊട്ട് ആഴ്ച വരുമ്പോൾ റയാൻ എന്ന് വിളിക്കുമ്പോൾ സൗന്ദര്യ തന്നെ പറയൂ എന്ന് പറയുന്നുണ്ട്. അത് പേഴ്സണലി ഒരു കളിയാക്കിയ പോലെ സേതുപതി സാറിന് തോന്നിയിട്ടുണ്ട്, നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി തൊട്ട് ഇങ്ങനെ ആരെങ്കിലും ആവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ അവരോട് സംസാരിക്കില്ല, പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് അവരെ മൈൻഡ് പോലും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അൻഷിത പറയുന്നുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എന്നെ ഗെയിമിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സേതുപതി സാർ പറയണം, അൻഷിത കഴിക്കാതിരുന്നപ്പം അവരെല്ലാം സോറി പറഞ്ഞ് പിന്നാലെ വന്ന് ഫുഡ് വിളമ്പിത്തരികയും വാരിത്തരികയൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് സന്തോഷം തോന്നി എന്ന് പറയുന്നുണ്ട്. അതേപോലെ സാച്ചിന ചോറൊക്കെ, അതായത് ഫുഡൊക്കെ വിളമ്പി കൊടുത്തത്, അവർക്ക് ഫുഡ് അവൈലബിലിറ്റി കുറവായിരുന്നു, അപ്പം ഫുഡൊക്കെ കൊണ്ട് കൊടുത്തത് നന്നായിട്ടുണ്ടായിരുന്നു, അങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആനന്ദിയെയും പവിത്രയെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോഴത്തേക്ക് അരുണ് ടാസ്ക് കൊടുത്തതിനെ പറ്റി സൗന്ദര്യയോട് ചോദിക്കുന്നുണ്ട്. അതായത് 2 തവണ തന്നു, സൗന്ദര്യക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരാൻ മതി, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ ഒരു മൈൻഡിൽ നിൽക്കുകയായിരുന്നു, അത് കാരണം കൊണ്ടാണ്. ഒന്നാമത് 2-3 വേർഡ്സ് അരുൺ എന്നെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അത് കേട്ടപ്പോൾ എനിക്ക് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ സൗന്ദര്യയുടെ ഫേസ് എക്സ്പ്രഷൻ ആർക്കൊക്കെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദീപക്, ആനന്ദി, സാച്ചന, വിശാൽ, ജാക്ലിൻ, മുത്തുകുമാർ എല്ലാവരും പറയുന്നുണ്ട് ഇറിറ്റേറ്റിംഗ് ആണ്, നമുക്ക് ആ എക്സ്പ്രഷൻ കാണുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ തോന്നും, അതേപോലെ തന്നെ നമുക്ക് ഒരുമാതിരി തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം പറയുന്നതിൻ്റെ നാച്ചുറൽ എക്സ്പ്രഷൻ അതിന് തൊട്ട് കുറയ്ക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സേതുപതി സാർ പറയുന്നുണ്ട്, നിങ്ങളുടെ മൂഡിനനുസരിച്ചല്ല ടാസ്ക് തരണ്ടേ, അത് നമ്മൾ പറയുമ്പോൾ അത് ചെയ്തിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. അതേപോലെ റാണവിനോട് ചോദിക്കണം, നിങ്ങളെ ഒരു പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, കോർണർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ടാസ്കിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശരിക്കും അങ്ങനെ തന്നെ ഉള്ളതാണോ അതോ ടാസ്കിന് വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സാർ, എനിക്ക് ശരിക്കും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. ആര് ചെയ്യുന്നുണ്ട്, എന്തിനു ചെയ്യുന്നുണ്ട്, എങ്ങനെ ചെയ്യുന്നുണ്ട് ചോദിക്കുമ്പോൾ ആൻസർ ഇല്ല റാണവിന്. അപ്പോൾ അത് ഉണ്ടാക്കി പറഞ്ഞില്ല, എനിക്കും തോന്നിയിട്ടില്ല റാണവിനെ കോർണർ ചെയ്യുന്നതായിട്ട്. പിന്നീട് ബ്രേക്ക് പറയുമ്പോൾ സൗന്ദര്യം കരയുന്നുണ്ട്, എക്സ്പ്രഷൻ ഞാൻ എന്താ ചെയ്യാൻ അമ്മച്ചു എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അത് കഴിയുമ്പോൾ എവിക്ഷൻ പ്രോസസ്സാണ്. ദീപക് മറ്റേ നോമിനേഷൻ ഫ്രീ ടാസ്കിൽ ജയിച്ചാണ്, ദീപകിനെയായിരുന്നു അവർ നോമിനേഷൻ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സ്റ്റോർ റൂമിൽ നമ്പർ വെച്ചിട്ട് ഒരു പേരും അതിൻ്റെ താഴെ കുറച്ച് നമ്പറും ഉണ്ടായിരുന്നു. ആ നമ്പർ വെച്ചിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട്, ആ നമ്പർ നോക്കിയിട്ട് അതിലാരാണ് പാസ് ഫെയിൽ എന്ന് നോക്കാൻ പറയുന്നത്. റിയയുടെ പേരില്ല, റിയ ആണ് കേട്ടോ എവിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. റിയ എന്നിട്ട് ഭയങ്കര പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ സേതുപതി സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് വീഡിയോസും കണ്ട് ഹൗസ് മേറ്റ്സിനെയും കണ്ടിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നിട്ട് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബോക്സ് വന്നിട്ടുണ്ട്, അതൊരു എന്താണ് ലോറിയായിരുന്നു. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് ഗേൾസ് പറയുന്നുണ്ട്, അത് ഷിഫ്റ്റിംഗ് ആണ്, വീട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ആഴ്ച വീട് ഷിഫ്റ്റിംഗ് ആണ്, ആണുങ്ങളുടെ ആ വീട് പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളുടെ വീട് ആണുങ്ങൾക്കും എന്നുള്ള രീതിയിലായി. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നി. പിന്നെ അവർക്ക് ചോക്ലേറ്റ്സ്, ബിരിയാണി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ
ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഇനി നാളെ തൊട്ട് ആണുങ്ങൾക്ക് ടാസ്ക് കൊടുക്കാമല്ലോ, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.